ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ശ്യാമയുടെ പുതിയ എപ്പിസോഡില് വരുൺ പ്രിയയുടെ കൈ പിടിക്കുമ്പോ തന്നെ അത് താൻ ഉദ്ദേശിക്കുന്ന പ്രിയയുടെ കൈയല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ പ്രിയ ഞെട്ടണേ. പ്രിയ ഒന്നും പറയുന്നില്ല. ശബ്ദം കേട്ടാലല്ലേ വരുൺ ഒന്നുകൂടി ക്ലിയർ ആവുള്ളൂ. അപ്പോഴേക്കും എന്താടാ എന്ന് വെച്ച് ബിജു അങ്ങോട്ട് വരിക. അപ്പൊ രാധിക നാണം കാണിച്ച് നാണത്തോടു കൂടി അവിടുന്ന് ഓടിപ്പോവും. അത് കാണുമ്പോ ബിജുവിന് ചിരി വരും. ശേഷം വരുണിന്റെ അടുത്ത് പോയിട്ട് പറയും കുറച്ചു കഴിഞ്ഞ് മണിയറയിൽ എത്തുമല്ലോ, ഇപ്പോഴാണെങ്കിൽ ശരിക്കും കണ്ണും കണ്ടൂടാ, പിന്നെ എന്തിനാടാ വെറുതെ ആക്രാന്തം കാണിച്ചത്. വരുൺ ചോദിക്കും എടാ ബിജു അത് പ്രിയങ്ക തന്നെയല്ലേ? ബിജു പറയും പിന്നല്ലാതെ. വരുൺ പറയും എടാ എന്തോ ഒരു മാറ്റം പോലെ. എടാ കൈ തൊട്ടാൽ എനിക്കതറിയാം. അയാളുടെ കൈയുടെ സ്പർശം എന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ എനിക്ക് ഇതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോ ബൈജു പറയും വെറുതെ അല്ല ആൾക്കാർ പറയുന്നത്, കല്യാണം കഴിഞ്ഞ പ്രണയം അപ്പ ചത്തുപോകുന്നു, അതുകൊണ്ട് തോന്നുന്നതാ ഇങ്ങനെയൊക്കെ. വരുൺ പറയും അല്ലടാ എന്തോ പ്രശ്നമുണ്ട്. ബിജു പറയും ഹോ ഇതുവരെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ബുദ്ധിമുട്ട്, ഇനിയിപ്പോ ഈ രാത്രി കൂടി കഴിഞ്ഞ് കിട്ടിയാലേ എനിക്ക് സമാധാനമുള്ളൂ. ഈ കൈയിന്റെ സ്പർശം ഹൃദയത്തിൽ പതിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഓരോ എഴുത്തുകാരെ പടച്ചുണ്ടാക്കുന്നതാ ചുമ്മാ. വരുൺ എന്നാലും നല്ല സംശയമുണ്ട്, കാണാൻ പറ്റാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും. ഇതേസമയം കണിമംഗലത്തുനിന്ന് രാധികേനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണേ മുത്തശ്ശിയും യശോദമ്മയും. പോയവളെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ, ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആവോ. യശോദമ്മ പറയും അമ്മയൊന്നും മിണ്ടാതെന്നേ, ഈ സംഭവിച്ച കാര്യങ്ങൾക്കൊന്നും അവൾക്ക് യാതൊരു പങ്കുമില്ല. പ്രിയങ്ക ഇനി അനുഭവിക്കാൻ പോകുന്നതൊക്കെ അവളിൽ നിന്നും തട്ടിപ്പറിച്ചതാ. കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഒരുത്തിയോട് അല്പമെങ്കിലും കനിവ് കാണിക്കമ്മേ. മുത്തശ്ശി പറയും അല്ലെങ്കിലും പെറ്റതിനോടല്ല പോറ്റിയതിനോടാണല്ലോ നിനക്ക് അലിവ് കൂടുതൽ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും രാധിക ഓടി വരുന്നേ. മോളെ എന്തായി? രാധിക പറയും കൊടുത്തു അമ്മേ. മുത്തശ്ശിക്കും ആർക്കും നിന്നെ സംശയം തോന്നിയില്ലല്ലോ? ഇല്ല മുത്തശ്ശി, പൂജയുടെ കാര്യം പറഞ്ഞു, അപ്പോ എല്ലാവർക്കും വിശ്വാസമായി. മുത്തശ്ശി പറയും ഹാവൂ ഈശ്വര, അതെങ്ങനെ എല്ലാം തീർന്നു കിട്ടി. അവൻ നിന്നെ കണ്ടോ വരുൺ? അപ്പൊ രാധിക വരുണിനെ കണ്ടതും വരുൺ പിടിച്ച് വലിച്ച് മാറിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയതൊക്കെ ആലോചിക്കുക. എടി കണ്ടോന്ന്? അതിൽ രാധിക പറയും ഇല്ല മുത്തശ്ശി. ഡേ നിന്റെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ വിവരം നമ്മളല്ലാതെ പുറത്ത് ആരും അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രിയങ്കമ്മയുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഞാൻ ചത്തുകളയും. പക്ഷെ അതിനു മുമ്പ് നിന്നെ കൊന്നിട്ടേ ഞാൻ ചാവൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തുറച്ചു നോക്കിയിട്ടാ അവരവിടുന്ന് പോകുന്നത്. രാധിക അപ്പോഴും ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കാ. യശോദമ്മ പറയും പോട്ടെ മോളെ, നീ ഇപ്പൊ ചെയ്ത കാര്യം അത്രയ്ക്ക് വലുതാണെന്ന് മുത്തശ്ശിക്ക് അറിയാം. എന്നിട്ടും നിന്നോടൊരു നല്ല വാക്ക് പറയാനുള്ള മടി കൊണ്ടാ. രാധിക കരഞ്ഞിട്ട് പറയും സാരമില്ലമ്മേ, പ്രിയങ്കയ്ക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ കരയാ. അമ്മയ്ക്ക് വിഷമാവും. മോളെ സഹിക്കാൻ പറയാനേ അമ്മയ്ക്ക് കഴിയൂ. ഭഗവാനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് സമാധാനം കിട്ടും എന്ന് പറഞ്ഞ് രാധികേനെ വീണ്ടും ചേർത്ത് പിടിക്കാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് അശ്വതിയോട് ഐശ്വര്യ ചോദിക്കാണ് ഞാൻ ചോദിച്ച കാര്യം അശ്വതിക്ക് മനസ്സിലായോ? ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? അപ്പൊ തന്നെ അശ്വതി ഞെട്ടുന്നുണ്ട്. ഇല്ല. ഐശ്വര്യ പറയും എന്നോട് കള്ളം പറയരുത്. ശ്യാമയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ആളാ ഞാൻ. ശ്യാമയുടെ മകൾ ശ്രീകൃഷ്ണപുരത്തുണ്ടോ? അപ്പോഴോ അശ്വതി പറയും എനിക്കറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ശ്യാമ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഐശ്വര്യയ്ക്ക് ദേഷ്യം വരും. ശ്യാമയുടെ മനസാക്ഷിയുടെ താക്കോല് നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നോട് എന്തെങ്കിലും ഒളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അശ്വതിക്ക് ശരിക്കും അറിയാലോ എന്നെ. ഞാനും നീയും ഇത്ര അടുത്ത് നിൽക്കുന്നത് തന്നെ ശ്യാമ എന്നൊരാളെ നടുക്ക് നിൽക്കുന്നതുകൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്കുള്ള ശിക്ഷ വിധിച്ചനെ. എത്ര കാലം ഈ രഹസ്യം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന അതെനിക്കൊന്നും അറിയണല്ലോ. ശരി പൊയ്ക്കോ. അശ്വതി അപ്പൊ തന്നെ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോണ്ടാവും മാലിനി വരുന്നത്. അപ്പൊ ഐശ്വര്യ പറയും രഹസ്യങ്ങളുടെ പൂട്ട് ഒന്നുകൂടി ഭദ്രമാക്കാൻ നോക്കണ്ട, ഞാനത് പൊളിക്കും, ചെല്ലേ. അങ്ങനെ അശ്വതി അവിടുന്ന് പോവാ. അശ്വതിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ മാലിനി വന്നിട്ട് വയ്ക്കും എന്തു പറ്റി? ഐശ്വര്യ പറയും ശ്രീകൃഷ്ണപുരത്ത് ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, ശ്യാമയുടെ അതേ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി. എന്നിട്ടോ? ഐശ്വര്യ പറയും ഞാൻ അവളെ ഫോളോ ചെയ്തു, എന്നിട്ടും അവൾ മിസ്സായി. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ ശ്യാമ മകളെ കണ്ടെത്തി കാണും, അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ശ്യാമ അറിഞ്ഞിട്ടുണ്ടാവും. മാലിനി പറയും കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ? ഐശ്വര്യ പറയും ഗൗതമൻ, അയാളാണ് ആ കുറ്റം ചെയ്യാൻ ഏറ്റത്. അയാൾ അന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട്. ഗൗതമനെ കണ്ടുപിടിക്കണം, അയാൾ ഇനി എവിടെയാണെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ രാധിക കുഞ്ഞു കൃഷ്ണന്റെ വിഗ്രഹം കയ്യിൽ പിടിച്ച് ഭഗവാനെ, ഇവിടെ എന്റെ അച്ഛനും അമ്മയും എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്, അവരെ വിട്ടുപിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല. പക്ഷേ അനാഥയാണ്, പാഴ്ജന്മാണെന്നുള്ള വിളിപ്പേര് മാറുന്നുമില്ല. എനിക്ക് എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയെയും ഒന്ന് കാണിച്ചു തരുമോ? അവരെന്നെ ഓർക്കുന്നുണ്ടാവോ? ആ അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവോ? എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിച്ചിട്ടുണ്ടാവില്ലേ? ഒരിക്കൽ ഒരു തവണ ആ അമ്മയുടെ മുന്നിൽ എന്നെ എത്തിച്ചു തരുമോ? കുറച്ചു നേരം കാണണം, അടുത്തിരിക്കണം, മടിയിൽ കിടന്ന് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയണം, അത്രയ്ക്കും മതി. അത് കഴിഞ്ഞ് എന്റെ ജീവൻ തന്നെ എടുത്താലും എനിക്ക് പരാതി ഒന്നും ഉണ്ടാവില്ല.
എന്റെ അമ്മയെ കണ്ട സന്തോഷത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മോളായിട്ട് ഈ ജീവിതം ഞാനങ്ങ് തീർത്തോളാം. എവിടെയായാലും എന്നെ പ്രസവിച്ച എന്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് കൃഷ്ണ വിഗ്രഹം മാറോട് ചേർത്ത് പിടിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം ശ്യാമയും അവിടെ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയില്ല. എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നത് മാത്ര എന്റെ ജീവിതത്തിലെ ഒരേ ഒരു സമാധാനം, ഒരു ജന്മത്തിന്റെ കടമുണ്ട്. അതവളെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അശ്വതി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശ്യാമയെ നോക്കി നിൽക്കുക. ശ്യാമ കണ്ണനോട് പറയും, ഇനിയും വൈകിക്കല്ലേ കൃഷ്ണ, എന്റെ മോളെ കാണാൻ എനിക്ക് കൊതിയായി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിയുമ്പോഴായിരിക്കും അശ്വതിയെ കാണുന്നത്. അശ്വതിയുടെ മുഖത്ത് നല്ല പേടിയും ടെൻഷനും. എന്താന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോ അശ്വതി പറയും, ശ്യാമേ, ഐശ്വര്യക്ക് എന്തോ സംശയം കാര്യമായിട്ട് തന്നെ ഉണ്ട്. ശ്യാമ മോളെ കണ്ടെത്തിയോന്ന് എന്നോട് കുത്തി കുത്തി ചോദിച്ചു. പക്ഷെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ശ്യാമ, ഞാനൊരു കാര്യം പറയട്ടെ, ഐശ്വര്യയെ പേടിച്ച് സ്വന്തം മകളിലേക്കുള്ള ദൂരം ഇനിയും കൂട്ടണോ? ശ്യാമ ഉറച്ചൊരു നിലപാടെടുത്തേ പറ്റൂ. ഐശ്വര്യയെ ശ്യാമയ്ക്ക് ധിക്കരിക്കേണ്ടി വന്ന ധിക്കരിക്കണം. എന്നിട്ട് നമുക്ക് സംശയം തോന്നിയ ഇടങ്ങളിലെ മോളെ അന്വേഷിച്ചിറങ്ങാം. ശ്യാമ പറയും, പറയാൻ എളുപ്പാ ചേച്ചി, പക്ഷേ അപകടം ചെറുതല്ല. കൂടെ നിൽക്കുന്നവര് കൂടെ നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവരൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ? എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നൊരു അറിവ് കിട്ടിയാൽ അവരാ നിമിഷം അവളെ ഇല്ലാതാക്കില്ലേ? ഭഗവാൻ എന്റെ കണ്ണിൽ നിന്നും എന്റെ മകളെ മറച്ചു നിർത്തുന്നത് പോലെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും എനിക്ക് അവളെ മറച്ചു നിർത്തിയേ പറ്റൂ. കാരണം എനിക്ക് അവളെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. ഞാൻ ചെയ്ത പാപം ദഹിപ്പിച്ചില്ലാതാക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവസാന ശ്വാസത്തിന് മുമ്പെങ്കിലും അവൾ എന്റെ മുന്നിലെത്തും. അവളോട് മാപ്പ് പറഞ്ഞ് മനം നിറഞ്ഞ് മോളെ നിന്ന് വിളിച്ചിട്ടേ ഞാൻ മരിക്കൂ. അതെങ്കിലും ഭഗവാൻ എനിക്ക് ബാക്കി വെക്കില്ലേ എന്ന് പറയുമ്പോ അശ്വതിക്കും സങ്കടാവുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് ശ്യാമ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ രാത്രി ഒരുപാടായി. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ വരുൺ ഇപ്പൊ നല്ല ഉറക്കത്തിലാ. ആ ഉറക്കത്തിന്റെ ഇടയില് പെട്ടെന്ന് എഴുന്നേൽക്കും. പതിയെ കണ്ണ് തുറന്നു നോക്കുമ്പോ ഇപ്പൊ കണ്ണ് ക്ലിയർ ആയിട്ടുണ്ട്. ഫാനൊക്കെ കാണാം. സമയം നോക്കുമ്പോ എല്ലാം കാണുന്നുണ്ട്. അപ്പോ വരുണ് സന്തോഷാവും. ഈശ്വര, എല്ലാം ഓക്കെ ആയല്ലോ. ബിജു, എടാ ബിജു എന്ന് ഉറക്കം വിളിക്കുമ്പോ ബിജു വേഗം ഓടി വരും. എന്താന്ന് വിചാരിച്ച് പേടിച്ചിട്ടാ നോക്കുന്നത്. വരുൺ ചാടി എഴുന്നേറ്റ് പറയും, എടാ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം റെഡിയായി, ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. സത്യടാ. ബിജു പറയും, ഹൗ, ഞാൻ കുറച്ചു നേരം നല്ല ടെൻഷനിലായിരുന്നു. എന്താ? അല്ല, കുറച്ചു കഴിഞ്ഞിട്ടും കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചതാണെന്ന് പറയില്ലായിരുന്നോ? വരുൺ പറയും, ഒന്ന് പോടാ, കൃത്യസമയത്ത് നീ കൂടെ വന്നോണ്ടാ ഇതെല്ലാം ഇവിടം വരെ എത്തിയത്. എന്നിട്ട് ഞാൻ നിന്നെ സംശയിക്കോടാ. ബിജു പറയും, എന്തായാലും കണ്ണ് തെളിഞ്ഞ സമയം കൊള്ളാം, പെട്ടെന്ന് കണ്ണാടി നോക്കി റെഡി ആയിക്കേ. വരുൺ ചോദിക്കും, എന്തിന്? ബിജു പറയും, അതെ, ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് എല്ലാരും കൂടെ കാശിക്ക് പോവാൻ തീരുമാനിച്ചിരിക്കാ. അതാ. എടോ, ഇന്ന് ആദ്യ രാത്രി അല്ലേ? പ്രിയതമ കാത്തിരിക്കാണ്, നീ ഒന്ന് വേഗം ചെല്ലങ്ങോട്ട്. വരുൺ അങ്ങ് നാണം വരും. ബൈജു പറയും, അല്ല, എന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? വരുൺ പറയും, പോടാ, എന്നാ വാ നമുക്ക് പോവാം. ഒന്നങ്ങോട്ട് എത്തിച്ചു കിട്ടിയാ എനിക്ക് സമാധാനായി. എന്നിട്ട് വേണം എനിക്ക് നീണ്ടു നിവർന്നൊന്ന് കിടന്നുറങ്ങാൻ. എങ്ങനെയുണ്ടോ ടെൻഷൻ പിടിച്ചൊരു കല്യാണം? വരുൺ പറയും, നിന്റെ കല്യാണം ആവട്ടെ, ഞാനും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കൊള്ളാം. ബിജുക്കും എന്തിന് എന്റെ കല്യാണത്തിന് ഇതുപോലെ കണ്ണിൽ സ്പ്രേ അടിച്ചു തരുമോ? വരുൺ പറയും, അത് അപ്പ തീരുമാനിക്കാം. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ബിജുക്കും മണവാളിന് നാണമുണ്ടോ? വരുൺ പറയും, അത് പിന്നെ ഉണ്ടാവില്ലേടാ. ബിജു പറയും, ഉണ്ടാവും, പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എടാ, വളരെ കുറച്ചു ദിവസം കൊണ്ട് ഒരാളെ കാണുക, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക, സ്വന്തമാക്കിയിട്ട് വീട്ടിനകത്ത് കൊണ്ടുവരിക, ഇതുവരെ കളിച്ചതും ചിരിച്ചതും പോലെയൊന്നും അല്ല ഇന്ന്. അപ്പൊ ബിജുക്കും, ഇന്ന് ഡാ പോടാ, വാടാ പോവാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വരുൺ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്നുകൂടെ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ റൂമിൽ നിന്ന് ഇറക്കിയിട്ട് ദാ മണിയറയിലേക്ക് കയറിയാലോ? വരുൺ പറയും, അല്ല, മണിയറ ഒരുക്കുന്നത് ഇവിടെ അല്ലല്ലോ. ബിജു പറയും, മണിയറ ഒരുക്കുന്നത് ഇവിടെയല്ല, പക്ഷേ പ്രിയ കാത്തിരിക്കുന്നത് ഇവിടെയാ. അതെന്ത് പറ്റി? ബിജു പറയും, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ചിലപ്പോ പെൺകുട്ടികൾക്ക് അവരവരുടേതായ ഇഷ്ടങ്ങളൊക്കെ കാണില്ലേ? ഇനിയിപ്പൊ അതൊക്കെ ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട, ചെല്ലടാ ചെല്ല്. വരുൺ പറയും, എന്നാ പിന്നെ പോകാല്ലേ? അപ്പോഴും ബിജു വയ്ക്കും, ഇപ്പൊ കണ്ണ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഡാടാ പോടാ പോടാ പോടാ, എനിക്ക് കണ്ണിപ്പോഴും പണ്ടത്തേക്കാളും കൃത്യമായിട്ട് കാണാം. ഓക്കെ അല്ലേ? ബിജു പറയും, കേറി പൊക്കോ. അങ്ങനെ വരുൺ ഡോറ് തുറന്ന് അകത്ത് കയറണേ. കയറുമ്പോ ഉണ്ടാവും സാരി കൊണ്ട് തലമറിച്ചൊരാൾ ഇരിക്കുന്നേ. അത് കാണുന്ന വരുൺ ചോദിക്കും, ഇതെന്താ തലയൊക്കെ മൂടി വെച്ച്? ബിജു പറയും, നാണം കൊണ്ടാവും. നാണിച്ചാ പിന്നെ എന്തൊക്കെയാ ചെയ്തുകൂടാത്തെ? കേറി ചെല്ലങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് വരുണിനകത്തേക്ക് ആക്കിയിട്ട് ഡോർ അടയ്ക്കുക. അപ്പോഴും തല മൂടിയിട്ട് തന്നെ ആളിരിക്കുന്നത്, മുഖം കാണിക്കുന്നില്ല. വരുൺ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് വയ്ക്കും, എന്തു പറ്റി ഇങ്ങനെ ഇരിക്കുന്നേ? അതെ, ഇങ്ങനെ തല മൂടി പൊതിച്ച് നാണിച്ചിരിക്കേണ്ട ദിവസമല്ല. എടോ, ഇത് നമ്മുടെ ആദ്യരാത്രിയാ, നമുക്ക് ഒരുപാട് സംസാരിക്കാനില്ലേ? അപ്പോഴൊന്നും മിണ്ടാട്ടല്ലാതാവുമ്പോ വരുൺ പറയും, അതെ, എനിക്കൊരുപാട് സംസാരിക്കാനുണ്ട്. അത് ഇന്ന് രാത്രി എന്നല്ല, അത് എത്ര രാത്രി എടുത്താലും സംസാരിച്ച് തീരാത്ത അത്രയുണ്ട്. ഈ സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചു, അച്ഛനമ്മമാരെ കിട്ടി. ഇതൊക്കെ കാണുമ്പോ ഞാൻ ഭാഗ്യവാനാണെന്ന് എന്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴാ ലക്കിയായത്, തന്നെ സ്വന്താക്കിയപ്പോ. എടോ, തനിക്കറിയോ, ഒരു മുറിയില്
നമ്മൾ അടുത്തിരിക്കുന്നത് ഇപ്പോഴാ. പക്ഷെ എത്രയോ രാത്രികളായിട്ട് താൻ എന്റെ കൂടെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ താൻ ചിരിക്കും. എന്നാ ഒന്നും മറുപടി കിട്ടാതാവുമ്പോ വരുൺ ചോദിക്കും, എടോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ എന്താ ഒന്നും പറയാത്തെ, ഒന്നും മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. ഒരുപക്ഷെ അത് മുത്തശ്ശിയാവാൻ ചാൻസ് ഉണ്ട്. മുത്തശ്ശിയും ബിജുവും കൂടെ ചേർന്ന് നടത്തിയ വരുണിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അത് പ്രിയയാണെങ്കിൽ പ്രിയയെ കണ്ട് വരുൺ അവിടെ ഞെട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്